ഭാഷാ ചൊവ്വ, ജാഗ്രതയുടെയും വിവേകത്തിൻ്റെയും ദിനം. ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന നാളുകളിൽ ജെറുസലേം ദേവാലയത്തിൽ വച്ച് നൽകിയ പ്രധാന ഉപദേശങ്ങളും ഉപമകളുമാണ് ഈ ദിവസത്തെ പ്രാർത്ഥനകളുടെ കേന്ദ്രബിന്ദു. തന്നെ കുടുക്കുവാനായി പ്രധാന പുരോഹിതന്മാരും പരീശരും സദൂക്യരും ശ്രമിക്കുന്നതായി കാണാം. അതിനായി അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം കർത്താവ് കൊടുക്കുന്ന ഉത്തരങ്ങളിൽ അവർ ആശ്ചര്യപ്പെടുന്നുമുണ്ട്. കൈസർക്ക് തലവരി കൊടുക്കുന്നതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവൻ നീതി നടപ്പിലാക്കുവാൻ പഠിപ്പിക്കുന്നു. പുനരുത്ഥാനത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പുനരുത്ഥാനം ചെയ്യുമ്പോൾ അവർ മാലാഖമാരെ പോലെയാണെന്നും ഞാൻ ജീവനുള്ളവരുടെ ദൈവമാണെന്നും കർത്താവ് കൊടുക്കുന്ന ഉത്തരം നമ്മെയും പ്രത്യാശയിലേക്ക് നയിക്കുന്നു. തൻ്റെ കുരിശുമരണത്തെയും മൂന്നാം നാളുള്ള ഉയർപ്പിനെക്കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട്. അത് ദൈവത്തിന് മനുഷ്യരോടുള്ള കരുതലും സ്നേഹവും കൊണ്ട് നമുക്ക് നിത്യജീവൻ നൽകുവാൻ വേണ്ടിയാകുന്നുവെന്നും വ്യക്തമാക്കുന്നു. നാം ഒരുക്കമുള്ളവരായി ജീവിച്ചില്ലെങ്കിലുള്ള ഭവിഷ്യത്തിനെക്കുറിച്ച് അശുദ്ധാത്മാവുള്ള മനുഷ്യൻ്റെ ഉപമയിലൂടെ വെളിപ്പെടുത്തുന്നു. യെരുശലേമിൽ താൻ ചെയ്ത അത്ഭുതങ്ങളാൽ അനേകർ തന്നിൽ വിശ്വസിക്കുന്നതായും നമുക്കിവിടെ കാണാം. നാം വചനം നിവർത്തിക്കുന്നവരാകണമെന്ന് കർത്താവ് വളരെ സ്പഷ്ടമായി പറയുന്നു. താൻ ആരെന്നും താൻ ആരെയാണ് അനുസരിക്കുന്നതെന്നും പിതാവിനെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. നീതിയും ദൈവസ്നേഹവും ഉള്ളവരായിരിക്കണമെന്നും ഓർമ്മപ്പെടുത്തുന്നു. സ്നേഹം കൂടാതെ ചെയ്യുന്നതൊന്നും, അത് എന്ത് നന്മയായാലും അത് ദൈവം മുമ്പാകെ കണക്കിടപ്പെടുകയില്ല എന്നും ബോധ്യപ്പെടുത്തുന്നു. സ്വയം സൂക്ഷിച്ചു കൊള്ളണമെന്നും നിന്റെ സഹോദരൻ പാപം ചെയ്താൽ നീ അവനെ ശാസിക്കണം, അവൻ അനുതപിക്കുന്നുവെങ്കിൽ നീ അവനോട് ക്ഷമിക്കണമെന്നും പറയുന്നു. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. എൻ്റെ പിന്നാലെ വരുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല, പിന്നെയോ അവൻ ജീവൻ്റെ വെളിച്ചം കണ്ടെത്തും. ആ ജീവൻ്റെ വെളിച്ചം കണ്ടെത്തുവാൻ നമുക്ക് അവനെ അനുഗമിക്കാം. എൻ്റെ വചനം ഗ്രഹിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലുവാൻ ആഗ്രഹിക്കുന്നു. അതായത് ദൈവവചനം ഗ്രഹിച്ച് ജീവിതം ക്രമീകരിക്കുവാൻ തയ്യാറില്ലാത്തവരെല്ലാം ദൈവനീതിക്ക് എതിർ നിൽക്കുന്നവരാകുന്നു. ചുരുക്കത്തിൽ നാം സത്യം അന്വേഷിച്ച് കണ്ടെത്തി അതിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരാകണം. അതിനായി അധ്വാനിക്കുന്നവരായിരിക്കണം. അത് ജീവിതം കൊണ്ടും വചനം കൊണ്ടും മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവരുമായിരിക്കണം. സദാസമയവും പ്രാർത്ഥനയും ജാഗ്രതയിലുമായിരിക്കണം. അതിനായി വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അതിനായി നമുക്ക് നമ്മെ തന്നെ തൻ്റെ കരങ്ങളിൽ അർപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിനായി പ്രാർത്ഥിക്കാം. അവനെ കൂടാതെ, അവൻ്റെ സഹായമില്ലാതെ നമുക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല.